മാതൃകയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണത്തെ അധികരിക്കുന്നതായ പാഠങ്ങളാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് വരുന്നത്. ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിലുള്ള ഭാഗ്യവർണ്ണനയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 8ാമത്തെ ഭാഗ്യവർണ്ണനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതായ ആ വലിയ സത്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീരുകയായിരുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ളതായ അനേക വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഭാഗ്യവാന്മാരാണെന്നുള്ളതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. കാരണം നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, അവർ നിശ്ചയമായിട്ടും ഭാഗ്യവാന്മാരാണ്. അതിൽ 2 പേരെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ഉൾക്കൊണ്ടത്. യോസേപ്പിനെ കുറിച്ച് നമ്മൾ ഓർത്തായിരുന്നു. ദാനിയേലിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവർ നീതി നിമിത്തം ഏറെ ഉപദ്രവിക്കപ്പെട്ടവരാണ്. വീട്ടിൽ ഉപദ്രവിക്കപ്പെട്ടവരാണ്, അവരുടെ തൊഴിൽ മേഖലയിൽ ഉപദ്രവിക്കപ്പെട്ടവരാണ്. പക്ഷേ അതൊന്നും അവരെ ബാധിച്ചില്ല. പിന്നെയോ അവർ ഭാഗ്യവാന്മാരാണെന്നുള്ളത് ആ തലമുറയും സാക്ഷ്യപ്പെടുത്തി. കഴിഞ്ഞ തലമുറകളൊക്കെ അവരെ ഓർക്കുമ്പോൾ അവരെത്രയോ ഭാഗ്യവാന്മാരായിട്ടാണ് അവരെ പരിഗണിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ആ വലിയ സത്യം നമുക്ക് അതുപോലെ വിശ്വസിക്കുവാൻ നമ്മുടെ കർത്താവ് നൽകിയ ഈ ഉപദേശം, ഈ സത്യം അതുപോലെ ഏറ്റെടുക്കത്തക്കവണ്ണം നമ്മൾ നീതിയോടെ നിൽക്കുമ്പോഴും ചില പ്രതികൂലങ്ങളിലൂടെ ഉപദ്രവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സ് ക്ഷീണിച്ചു പോകാതെ നമുക്ക് ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണ് ഞാൻ എന്നുള്ളതായ തിരിച്ചറിവോടുകൂടി നന്ദിയുള്ളവരായിട്ട് ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഞാൻ അതിൻ്റെ ഒരു മറുവശം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. പക്ഷെ എൻ്റെ മറുവശം ഞാൻ പറഞ്ഞായിരുന്നു, നീതിമാനെ ഉപദ്രവിക്കുന്നത് ഭയങ്കര പാപമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ആ പാഠം കൂടി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നമ്മൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് സ്വർഗം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ നീതിമാനെ ഒരു കാരണവശാലും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കണം. ദാനിയേലിൻ്റെ ആ ചരിത്രം നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ ഈ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ദാനിയേലിൻ്റെ പേരിലൊരു കാരണം കണ്ടുപിടിച്ച് ഒരാത്മിക കുരുക്കിൽ തന്നെ അകപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം ശ്രമിച്ച, തൻ്റെ ഗ്രേഡിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ചില ആളുകളുടെ കുൽസിതമായ ബുദ്ധി നമുക്കതിൻ്റെ പിമ്പിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാനിയേലിനെ ദൈവം സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ ഈ നിലയിൽ നീതിമാനായ ദാനിയേലിനെ ഉപദ്രവിച്ച ആളുകൾ കടന്നുപോയതായ വഴികൾ, അവർക്കുണ്ടായ ദുരവസ്ഥ ദൈവാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വാക്യം വായിച്ചു എന്നാണ് എൻ്റെ വിചാരം. 6-ാം അധ്യായത്തിൻ്റെ, ദാനിയേൽ 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ
എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവരുടെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യക്തമായിട്ട് ഒരു വിശദീകരണവും കൂടാതെ ഈ പറഞ്ഞ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് അത് വളരെ വിശദമായിട്ട് ഉൾക്കൊണ്ടാലും നല്ലതാണ്. കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റായിട്ടുള്ളതായൊരു സമീപനം ഉണ്ടായാൽ അത് നമ്മിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയില്ല. പിന്നെയോ നമ്മുടെ കുടുംബത്തെ പോലും അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതായ ഭയനിർദ്ദേശം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ 2 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ച് ധ്യാനിച്ച് വരണം എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാനീ പറഞ്ഞ പ്രമാണം അവിടെ ഇസ്രയേലിന് എഴുതി കൊടുക്കുന്നതായ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. 19-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ. ന്യായാധിപന്മാർ നല്ലവണ്ണം വിസ്താരം കഴിക്കണം. സാക്ഷി കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും സഹോദരന് നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു എന്നും കണ്ടാൽ അവൻ സഹോദരന് വരുത്താൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവരോട് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം. അപ്പോൾ അവിടെ ഈ സത്യം എത്രയോ വ്യക്തമായിട്ടാണ് യഹൂദന് എഴുതി കൊടുത്തതായ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സത്യം ഞാനൊന്ന് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നീതിയോടെ ന്യായം വിധിക്കുവാനിടയായിട്ട് തീരുമ്പോൾ അവിടെ കാണുന്നൊരു വ്യവസ്ഥ നാം കാണുന്നത്, അവൻ സഹോദരന് വരുത്തുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം. അപ്പോൾ സഹോദരന് ദോഷം വരുത്താനായിട്ട് ഒരാൾ നിരൂപിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനിടയായിട്ട് തീർന്നാൽ, അത് ന്യായവിസ്താരത്തിൽ വ്യക്തമാക്കാനിടയായിട്ട് തീർന്നാൽ, സഹോദരന് എന്ത് ദോഷം വരുത്താനായിട്ടാണോ നിരൂപിച്ചത് അതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം എന്നുള്ള ദൈവിക നീതി നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഇസ്രയേലിന് കൊടുത്ത പ്രമാണം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രമാണത്തിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ മാത്രമല്ല പ്രസക്തമായിട്ടുള്ളൂ. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്നവർ നിവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ നീതി എന്താണ് എന്നുള്ളത് ഈ നിയമത്തിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ സഹോദരന് ദോഷം വരത്തക്കവണ്ണം നിരൂപിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇടയായിട്ട് തീർന്നാൽ, അത് പിടിക്കപ്പെടുമ്പോൾ അങ്ങനെ എന്തു നിരൂപിച്ചോ അങ്ങനെ നിരൂപിച്ചതുപോലെ നിങ്ങൾ അവനോട് ചെയ്യണം. ദൈവത്തിൻ്റെ വലിയ നീതി ഈ പ്രമാണത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ നീതി വചനത്തിൽ ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്, തെളിയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിലപ്പെട്ട ദൈവത്തിൻ്റെ നീതിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. തിരിച്ചറിഞ്ഞ് സൂക്ഷിക്കാനുള്ളതായ വലിയ ആവശ്യകത നമ്മളിവിടെ കാണുകയാണ്. ഈ ദാനിയേലിനോട് ഇടപെട്ട ആളുകളിൽ ഇത് എത്ര കൃത്യമായിട്ടാണ് നിവർത്തിക്കപ്പെട്ടത്. ദാനിയേലിനെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. പക്ഷേ രാജാവിൻ്റെ കൽപ്രകാരം ദാനിയേലിനെ കുരുക്കാൻ ശ്രമിച്ച ആളുകൾ കുടുംബങ്ങളായിട്ട് ഈ സിംഹങ്ങളുടെ ഗുഹയിൽ ഇടപെടപ്പെട്ടു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ രാജാവ് അങ്ങനെ ദൈവത്തിൻ്റെ നിയമങ്ങൾ കിട്ടിയ ആളല്ല. പിന്നെ എങ്ങനെയാണ് ഈ നിയമം തനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചത് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ചുകൊണ്ട് വരണം.
എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, ന്യായപ്രമാണത്തിൽ യഹൂദന് എഴുതി കൊടുത്തതായ ദൈവത്തിൻ്റെ നീതിയുടെ പ്രമാണം യഹൂദന്മാരല്ലാത്തവർക്ക് എവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്? അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരാ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവുള്ളവരല്ല എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഈ പുറജാതി രാജാവ് ഇനി എന്നാ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒട്ടുമേ സംശയിക്കുന്നില്ല. കാരണം ഈ കുരുക്ക് ഇത്രയും നല്ലൊരു മനുഷ്യന് വേണ്ടി ഒരുക്കിയ ആളുകൾക്ക് അവരെന്ത് നിർദ്ദേശിച്ചുവോ ആ ശിക്ഷയിലേക്ക് വിടുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. കാരണം ഈ രാജാവിന് ആ പ്രമാണം അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, ചില ഗൗരവതരമായ പാപങ്ങൾ അതിൻ്റെ പ്രമാണം ഇസ്രായേലിന് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രമാണം എഴുതി കിട്ടാത്ത ആളുകൾക്കും അത് പാപമാണെന്ന് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. അത് വളരെ കൃത്യമായി അവരുടെ മനസാക്ഷിയിൽ എഴുതി കൊടുക്കുവാൻ, ഹൃദയങ്ങളിൽ എഴുതി കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതിയുടെ മഹത്വം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. ഈ രാജാവ് അതനുസരിക്കുന്നതിനേക്കാൾ നാം എത്രയോ ഇതനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾ ദൈവം നീതീകരിച്ച ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നാം ആ നീതിയുടെ പ്രമാണം ശരിക്കും ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേലിനൊരു കേടും സംഭവിച്ചില്ല. പക്ഷേ ഇവർ അങ്ങ് എത്തുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അസ്ഥികളെ തകർത്ത് കളഞ്ഞു എന്ന് വായിക്കുകയാണ്. ഞാനൊരു വാചകം പറഞ്ഞോട്ടെ. ഉപദ്രവിക്കപ്പെട്ടവൻ്റെ അസ്ഥി സംരക്ഷിക്കപ്പെട്ടു, എന്നാൽ നീതിമാനെ ഉപദ്രവിക്കുവാൻ കണിയൊരുക്കിയവരുടെ അസ്ഥികൾ തകർക്കപ്പെട്ടു എന്നുള്ളത് എത്ര വ്യക്തമായിട്ടാണ് ദൈവാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം, എന്തുകൊണ്ടാണ് ഇവരുടെ മക്കളും ഭാര്യമാരുമൊക്കെ ഇതിൽ ഉൾപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാവുന്നതാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഈ ദാനിയേലിന് കണി ഒരുക്കുമ്പോൾ ഒരുക്കിയ കണി എന്തിൻ്റെ കണിയായിരുന്നു? പ്രാർത്ഥനയുടെ കണിയായിരുന്നു. എന്ന് പറഞ്ഞാൽ 30 ദിവസത്തേക്ക് ആരോടേ പ്രാർത്ഥിക്കാവൂ? രാജാവിനോടേ പ്രാർത്ഥിക്കാവൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇവരുടെ വീട്ടിൽ 30 ദിവസമായിട്ട് ഈ ആളുകളും അവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ വളരെ കൃത്യമായിട്ട് ഈ നിയമം അനുസരിച്ച് കാണും. കാരണം അവരനുസരിച്ചില്ലെങ്കിൽ ഈ നിയമപ്രകാരം അവരും കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ നിയമം അനുസരിച്ചിരിക്കാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരും കൂടെ ഈ ശിക്ഷയിൽ ഉൾപ്പെടുത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നതിൻ്റെ കാരണം, 1 മാസമായിട്ട് ഇവർ ഒരുമിച്ചിരുന്ന് ഇങ്ങനെയും പ്രാർത്ഥിച്ച് ആ നിയമത്തോട് അനുസരണം കാണിക്കുവാനായിട്ട് ഒരുങ്ങിയപ്പോൾ അവർ ഈ ഗുരുതരമായ കാര്യത്തിൽ പങ്കാളികളായിട്ട് തീരുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, അനീതിക്ക് കൂട്ടാളികൾ ആകുന്നവർ ശിക്ഷയ്ക്കും കൂട്ടാളികൾ ആകേണ്ടതായിട്ട് വരും. ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമെന്നാണ് എൻ്റെ വിചാരം. വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നതായ ഭാവികാല സത്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ ഇനിയും സംഭവിക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഈ പ്രമാണം നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കാം. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് അവിടെ നിന്ന് മുമ്പോട്ട് പോകാം എന്ന് ഞാൻ കരുതുകയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്മൾ മനപ്പാഠം പഠിച്ചിട്ടുള്ളതായ വാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് വായിച്ചു തുടങ്ങിയാൽ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരാനുള്ളതായ സാധ്യതയുണ്ട്. വായിച്ചാട്ടെ. വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അപ്പോൾ അവിടെ നാം കാണുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണം, ഈ വാക്യത്തെ ആധരിച്ച് നമ്മൾ എന്തോരം പ്രസംഗങ്ങൾ തന്നെ കേട്ട് കാണുന്നതായ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ 1-2 വാക്കുകളൊന്ന് ഓർപ്പിക്കട്ടെ. ഈ സന്ദേശം എവിടെ നിന്നുള്ളതാണെന്നുള്ളത് നമ്മൾ ആ വാക്യത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നുണ്ട്. എവിടെ നിന്നുള്ള ശബ്ദമാണ്? സ്വർഗത്തിൽ നിന്നുള്ളതായ ശബ്ദമാണ്. അപ്പം അതുകൊണ്ട് ആ സന്ദേശം അതിൻ്റെ ഗൗരവത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. സ്വർഗത്തിൽ നിന്നുള്ളതായ സന്ദേശം വെളിപ്പെടുത്തിയിരിക്കാം. ആർക്കുള്ള സന്ദേശമാണ്? ആ വാക്യത്തിലുണ്ട്. ദൈവജനത്തിനുള്ളതായ സന്ദേശമാണ്. നമുക്കറിയാം, ഈ മർമ്മം മഹ്ദിയാം ബാബിലോണിൻ്റെ പാപത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ദൈവത്തിൻ്റെ ജനത്തിന് നൽകുന്ന വളരെ പ്രധാനപ്പെട്ടതായ സന്ദേശമാണ്. എന്ത് വ്യക്തമായിട്ട് അത് വിളിച്ചു പറയുന്നത്, എൻ്റെ ജനമായുള്ളവരെ എന്ന് സംബോധന ചെയ്താണ് ഈ പ്രമാണം അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വെളിപ്പെടാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രിയിൽ ആ വാക്യം ഓർപ്പിക്കുമ്പോൾ ദൈവജനത്തിന് നൽകിയിരിക്കുന്നതായ ഈ സന്ദേശം ഇന്ന് ജീവിക്കുന്ന നമുക്ക് അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നതായ കാര്യം, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികൾ ആകാതെയും, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതായൊരു പ്രമാണം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ലളിതമായൊരു സത്യം അവിടെ നമുക്ക് ഗൗരവമായിട്ട് ഉൾക്കൊള്ളാം. പാപങ്ങളിൽ കൂട്ടാളികൾ ആകുന്നവർ എന്തിലും കൂടെ ഓഹരിക്കാരായിട്ട് തീരേണ്ടി വരും. ബാധകളിൽ കൂടി ഓഹരിക്കാരായിട്ട് തീരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കാണുന്ന വളരെ ഗൗരവതരമായ ഒരു സത്യം, ഇവിടെ ഇവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ ഈ ശിക്ഷയിൽ എന്തുകൊണ്ട് ഉൾപ്പെട്ടു എന്നുള്ളതിൻ്റെ ലളിതമായ കാരണം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അവിടെ നമുക്ക് എഫേസ്യ ലേഖനത്തിലൊരു വലിയ പ്രബോധനമുണ്ട്. ആ പ്രബോധന വാക്യം ഒരു കൊച്ചു വാക്യമാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ ചെയ്യരുത് എന്നുള്ളതിന് വളരെ കൃത്യമായ വ്യവസ്ഥയുണ്ട്. റോമലേഖനം 13-ാം അധ്യായത്തിന് ഒടുവിലത്തെ വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളൊരു ലിസ്റ്റും നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ ഞാൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഓർപ്പിക്കുക. അങ്ങനെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പിന്നെയോ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മൾ കൂട്ടാളികളായിട്ട് തീരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഭയനിർദ്ദേശം ഇവിടെ ഓർപ്പിക്കുകയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യത്തിന് കൂടെ നിൽക്കുമ്പോഴും അത് വളരെ ഗൗരവമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം കാണുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഈ പാപങ്ങളിൽ കൂട്ടാളികളാകുന്നവർക്ക് ഒരു കാരണവശാലും ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്നൊരു പ്രമാണം ഇവിടെ ഞാനൊന്ന് എടുത്തു പറയുക, വിശദീകരിക്കുന്നില്ല.
പാപവും പാപത്തിൻ്റെ ശിക്ഷയും കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊരു സത്യം സാധാരണ ഓർപ്പിക്കാറുണ്ട്. ദ പ്ലഷർ ഓഫ് സിൻ ആൻഡ് ദ പ്ലേഗ് ഓഫ് സിൻ ആർ ഇൻ ദ സെയിം പാക്കേജ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ഉല്ലാസവും പാപത്തിന്മേലുള്ള ശിക്ഷയും ശാപവും ഒറ്റ പാക്കേജിൽ കിട്ടുകയുള്ളൂ. അത് രണ്ടായിട്ട് വാങ്ങാനായിട്ട് കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് പാപത്തിൻ്റെ ഒരു ഉല്ലാസം ഒരു വശത്ത് ഉണ്ട്, അതിൻ്റെ ഒരു രസമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പരാമർശമുണ്ടല്ലോ, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ രാഗമോഹങ്ങൾ എന്ന് പറയുന്നതിന് ഒരാസ്വാദ്യതയുടെ വശം ഉണ്ട്. ചിലതൊക്കെ കാണുന്നത് ഒരു രസമായിരിക്കും, ചിലതൊക്കെ കേൾക്കുന്നത് ഒരു രസമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വശത്തൊരു ആസ്വാദ്യതയുണ്ട്. പക്ഷെ ഓർത്തോളണം, ഈ രാഗമോഹങ്ങൾ നമ്മെ പാപത്തിലേക്ക് വശീകരിക്കുന്നതിനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിലകപ്പെട്ടു പോകാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഉല്ലാസം നമ്മൾ ഏറ്റെടുത്താൽ, അതിൻ്റെ രസം നമ്മൾ ആസ്വദിച്ചാൽ, അതിൻ്റെ മേലുള്ളതായ ശിക്ഷയുടെയും പങ്ക് വഹിക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ എന്നുള്ളതായ സന്ദേശം ഈ തലമുറയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അത് നമ്മൾ കൂടെ ഓർക്കാറുണ്ട്, പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമുക്ക് അതിൽ വളരെ സൂക്ഷിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 1 യോഹന്നാൻ 3:3 വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഞാനിന്ന് ശവസംസ്കാരത്തിൽ പോകാനിടയായിട്ട് തീർന്നു. അപ്പോൾ അവിടെ ഒരു സഹോദരനെക്കുറിച്ച് അവിടെ അനുസ്മരണം പറഞ്ഞ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സൗമ്യതയും താഴ്മയുള്ള പെരുമാറ്റവും എല്ലാവരും തന്നെ എടുത്തു പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. സാധാരണ അങ്ങനെ ഒത്തിരി കേൾക്കാറില്ല. എന്നാൽ അത് പറഞ്ഞവരൊക്കെ പ്രശംസയായിട്ട് എടുത്തു പറയുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ ഇതിനെ വചനം പറഞ്ഞപ്പോൾ ഒരു വാക്കതോട് ചേർത്ത് ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. ഫിലിപ്പിലേഖനത്തിലൊരു വാക്യമുണ്ടല്ലോ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അടുത്ത വാചകം തന്നെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്യത്തോട് ചേർത്ത് ഓർപ്പിക്കുകയാണ്, നമുക്ക് നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ സൗമ്യതയോടും കൂടി ജീവിക്കാം, വിശുദ്ധിയോട് ജീവിക്കാം, പാപത്തിൽ നാവോളം വേർപെട്ട് വിശുദ്ധി സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ഈ വാക്യം നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് മനപ്പാഠം പഠിച്ച് ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഈ സത്യം ദാനിയേൽ പ്രവചനത്തിൽ ചിന്തിച്ചപ്പോൾ ഓർത്തു, ഇങ്ങനെയൊക്കെ ഒരു കണി ഒരുക്കി വീട്ടിൽ വന്ന് ഭാര്യയോടും പിള്ളേരോടൊക്കെ പറഞ്ഞപ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തതുപോലെ ഈ വഴിക്ക് പോകണ്ട കേട്ടോ എന്ന് വേണമെങ്കിൽ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും പറയാമായിരുന്നു. പറയാൻ ആവശ്യമുള്ളിടത്ത് പറഞ്ഞോളണം കേട്ടോ. കാരണം വീട്ടുകാരൻ ഒരു വഴി വിട്ട വഴി പോകുമ്പോൾ ഈ വഴി പോകണ്ട കേട്ടോ എന്ന് പറയാനുള്ളതായ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ താമസിക്കുന്ന ആളുകൾക്കുണ്ട്. എല്ലാ തിന്മയുടെയും കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കൂടെ നിന്നാൽ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളായാൽ ബാധകളിൽ കൂടി ഒരുമിച്ച് ഓഹരിക്കാരായിട്ട് തീരേണ്ടി വരും. അതുകൊണ്ട് കുടുംബത്തിനകത്ത് വേറിട്ടുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പം ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
അപ്പൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ദോഷം ന്യായമായിട്ടും കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കാനുള്ളതായ ആവശ്യം വരും. അതുകൊണ്ട് അപ്പന്മാർക്കും സൂക്ഷിക്കാം, കുടുംബാംഗങ്ങൾക്കും സൂക്ഷിക്കാം. അത്യാവശ്യമുള്ള കാര്യം അത്യാവശ്യമുള്ള സമയത്ത് പറഞ്ഞ് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് കുടുംബമായുള്ളതായ ക്ഷേമത്തിന് മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭയം എൻ്റെ മനസ്സിൽ ഭരിച്ചുകൊണ്ട് ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കറിയാം, ദാനിയേലിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ ഉള്ളതായ സമാനമായ ചരിത്രം വേദപുസ്തകത്തിൽ തന്നെ കാണുന്നുണ്ട്. ഒരു ചരിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ആഹാൻ്റെ ചരിത്രത്തിൽ അത് കാണുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളത് വായിക്കാനായിട്ടിടയായിട്ട് തീർന്നു. ആഹാൻ്റെ പാപം പിടിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഭാര്യയും അതുപോലെ മക്കളും മാത്രമല്ല, അവൻ്റെ കൂടാരവും അവൻ്റെ കഴുതകളും പോലും അവൻ്റെ മൃഗങ്ങൾ പോലും ആ ശിക്ഷയിൽ ഉൾപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഞാനിവിടെ ഏതോ ഒരു പരാമർശം അതിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. ഈ കഴുതയും കാളയൊക്കെ അതിന് ഉൾപ്പെട്ടതിനും ഒരു കാരണം കാണുമായിരിക്കാം. കാരണം ഇതൊക്കെ ചുവന്നുകൊണ്ട് വന്ന് കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിടുന്നതിൽ പാവങ്ങളത് അറിഞ്ഞില്ലെങ്കിൽ പോലും അതിലൊരു പങ്കാളിത്തം അവർക്ക് ഉണ്ടായിരുന്നതായിരിക്കാം അതിൻ്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും കൂടെ ഉറപ്പുവരുത്തി ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വേറൊരു സംഭവമാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു ചരിത്രം കാണുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് പോകാം. എസ്തേറിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എസ്തേർ 7:10. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കരിമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം ഇതുപോലെ തന്നെയാണ് കാണുന്നത്. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ആ കഴുമരം ഉണ്ടാക്കിയ ആളെ തന്നെ തൂക്കിക്കൊല്ലുവാൻ ഇടയായിട്ട് തീർന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അതുകൊണ്ട് നീതിമാനെ വീഴിക്കാനായിട്ട് കുഴി ഒഴിക്കാൻ നമ്മൾ ആരും നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. പക്ഷെ നീതിമാനെ ഉപദ്രവിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളത് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരായിരിക്കുന്നത്? അതിൻ്റെ ഒരു തലം ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വിശദീകരിക്കുകയായിരുന്നു. മറ്റൊരു തലം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ വാക്യത്തിൻ്റെ ബാക്കി എന്താണ്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ബാക്കി എന്താണ്? സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇവർ സ്വർഗത്തിൽ പോകാനുള്ള ആളുകളാണ്. ആര്? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരായ ഇവർ സ്വർഗത്തിൽ പോകാനുള്ള ആളുകളാണ്. അതുകൊണ്ട് ദൈവമക്കളായ നാം ഇതിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ഓർപ്പിക്കുക. നമ്മളെവിടെ പോകാനുള്ള ആളുകളാണ്? നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാനുള്ളവരായ ആളുകളാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നീതി നിമിത്തമുള്ള ഉപദ്രവത്തിന് വേറൊരു ഭാഗ്യകരമായ വശം ഉണ്ട്. അത് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഭാഗ്യവർണ്ണനയിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഇത് വളരെ ചേർന്നുള്ള വാക്യമല്ലേ. അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് ഈ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്.
5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് 11-12 ഒന്ന് വായിച്ചോ. നമ്മൾ അങ്ങോട്ട് നിന്ന് കടക്കാനും ഉള്ളതാണ്. 5-11-12 വാക്യങ്ങൾ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിക്കും. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പം അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പിന്നെ പറയാം, ഇന്ന് തന്നെ പറയാം. എന്നാൽ അവിടെ നാം കാണുന്നൊരു കാര്യം, ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ പഴിക്കുന്നു, ഉപദ്രവിക്കുന്നു, എല്ലാ തിന്മയും കളവായി പറയുന്നു. അപ്പോൾ ഈ 11-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യവും 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടാവുന്നതാണ്. എന്താ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഉപദ്രവിക്കപ്പെടുകയാണ്. അപ്പം അവിടെ നമ്മൾ കാണുന്നത്, അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ ദൈവമക്കളോട് പറഞ്ഞിട്ടുള്ളതായ കാര്യം സന്തോഷിച്ച് ഉല്ലസിച്ചോളണം. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ ഈ ഉപദ്രവത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരികയില്ല. ഇവിടെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നാണക്കേടൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരാം. പക്ഷേ അവിടുത്തെ ആ വാക്ക് എന്നെ അനേക വർഷങ്ങളായിട്ട് എത്രയോ ധൈര്യപ്പെടുന്നൊരു വാക്യമാണത്. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. അപ്പോൾ ഈ ഉപദ്രവത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലത്തെ വലുതാക്കുവാൻ മുഖാന്തരമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുകയാണ്. കർത്താവിടെ പറയുന്നത് നിങ്ങളതൊക്കെ സഹിച്ചോളണം എന്നല്ല പറയുന്നത്, പിന്നെ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാനായിട്ട് ശ്രമിക്കാം. എന്നാൽ ഞാനവിടെ ഇതിൻ്റെ വേറൊരു തലം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപദ്രവിക്കുന്നവർ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന സഹായികളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളൊന്ന് വന്നാൽ എന്ത് വ്യത്യാസം ഉണ്ടാവും നമ്മുടെ സമീപനങ്ങളിൽ? നമ്മളെ നീതിയുക്തം ഉപദ്രവിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന സഹായികളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ, അതാർക്ക് തിരിച്ചറിയാൻ പറ്റൂ? ഈ വചനം അതുപോലെ വിശ്വസിക്കുന്നവർക്കേ ഇത് സാധിക്കുകയുള്ളൂ. അതിനടുത്ത കാര്യം വിശദീകരിക്കുമ്പോഴും പറയാം. എന്നാൽ അവിടെ ഞാൻ അതിൻ്റെ വരികൾക്കിടയിൽ ഒരു വലിയ സത്യം ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഉപദ്രവത്തോട് ശരിയായ പ്രതികരണം ഒരു ദൈവ പൈതലിനെ ദൈവപുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാക്കും. അപ്പോൾ ഉപദ്രവങ്ങൾ തുടർമാനമായിട്ട് വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഉപദ്രവങ്ങളോട് ക്ഷമയോടെ സൗമ്യതയോടെ ഒരാൾ പ്രതികരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് ആ വ്യക്തിയെ ദൈവപുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാക്കും. ഇനി ഞാൻ പറയേണ്ട വാക്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. റോമർ 8:29 വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീതി നിമിത്തമുള്ള ഉപദ്രവങ്ങളെ ഒരാൾ സഹിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ പാതയിൽ അത് സഹിക്കുന്നയാൾ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ ഇടയായിട്ട് തീരും. ഞാൻ വേദിയിൽ കേട്ടതായൊരു വാചകം ഇവിടെ ഒന്ന് പറയുകയാണ്. വഴക്കാളിയായൊരു അമ്മാവിയമ്മയും ഏഷണിക്കാരിയായൊരു ജോലിക്കാരിയും വീട്ടുജോലിക്കാരിയും ഒരു വീട്ടിൽ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ആ വീട്ടിൽ മരുമകളായിട്ട് വന്ന മോൾ 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവൾ വളരെ സൗമ്യതയും ദീർഘക്ഷമയുമുള്ള ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. രൂപപ്പെടുത്തിയിട്ടൊരു നല്ല പങ്ക് ആരൊക്കെ വഹിച്ചിട്ടുണ്ട്?
ഈ അമ്മാവിയമ്മയും വഹിച്ചിട്ടുണ്ട്, ആ വീട്ടിലെ ജോലിക്കാരിയും വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നീതി നിമിത്തമുള്ള ഉപദ്രവത്തോട് ഏറ്റവും ശരിയായി പ്രതികരിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നിങ്ങളിൽ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ തൻ്റെ പുത്രനോട് നമ്മെ അനുരൂപരാക്കുന്നതിൻ്റെ ഒരു ദൈവീക വഴി കൂടിയാണ് എന്ത്? നീതി നിമിത്തമുള്ള ഉപദ്രവത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോവുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഉൾക്കാഴ്ചയോട് കൂടി അഭിമുഖീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതെന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചതായൊരു സത്യമാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവരിവിടെ ക്രിസ്തുവിന് അനുരൂപരായിട്ട് ജീവിക്കും. അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഏറെ പ്രതിഫലം വാങ്ങുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ ഈ വാക്ക് ഭാഗ്യവർണ്ണ എത്രയോ മനോഹരമാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞതായി ഈ ഭാഗ്യവർണ്ണൻ്റെ മഹത്വം ഉൾക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്ക് 9ാമത്തെ ഭാഗ്യവർണ്ണനയിലേക്ക് ഒന്ന് പ്രവേശിക്കാം എന്ന് കരുതുന്നു. 9ാമത്തെ ഭാഗ്യവർണ്ണനയുടെ വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വായിക്കണം എന്ന് നിർബന്ധമില്ല. ഞാനതിൻ്റെ ആശയം ഒന്ന് ക്രോഡീകരിച്ചൊരു വാചകത്തിൽ ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ നിമിത്തവും പഴിയും ഉപദ്രവവും ദൂഷണവും അനുഭവിക്കുന്ന ഭാഗ്യവാൻ. ഞാൻ 2 വാക്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. കർത്താവിൻ്റെ നിമിത്തവും പഴിയും ഉപദ്രവവും ദൂഷണവും അനുഭവിക്കുന്ന ഭാഗ്യവാൻ. അപ്പോൾ അവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം നമുക്ക് വിശദീകരണം പിന്നീട് ചിന്തിക്കാം. പിന്നീടൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏകദേശം അതിലുള്ള സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങൾ 10 വർഷം മുമ്പാണല്ലോ രാമംഗലത്തേക്ക് താമസം മാറിയത്. അപ്പോൾ താമസിച്ച വാടക വീടിനടുത്ത് ഈ സൊസൈറ്റിയിൽ നിന്ന് പാലിന് കൊണ്ടുവന്ന് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ അതൊന്നും വാങ്ങാൻ പാടില്ല. അന്ന് അത് പോയി ആ സമയത്ത് അവിടെ പോയി ഓട്ടോറിക്ഷ കൊണ്ടുള്ള 4 കിലോ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ പാല് വാങ്ങാനായിട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് നേരം കാത്തു നിൽക്കണം. കാത്തു നിൽക്കുമ്പോൾ അവിടെ കുറേ അധികം ആളുകൾ വരും. ചില ആളിലൊക്കെ നമ്മളെ നോക്കണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ വലിയൊരു കുറ്റവാളിയായിട്ട് ആ നാട്ടിൽ വന്നേക്കണെയാണ് എന്ന് തോന്നും. അവരുടെ ആ നോട്ടവും പെരുമാറ്റമൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നും. ഈ വാക്യം എന്നെ എത്രയോ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാമോ? വേറെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. നമ്മൾ ഈ നാമം വഹിച്ച് അവിടെ പോയി താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു വലിയ കുറ്റവാളിയെ പോലെയാണ് നോക്കാനും നമ്മളോട് ഒരു കുശലം പോലും പറയാൻ സന്തോഷമില്ലാതെ പല ആളുകളും കടന്നു പോകുന്നത് കാണാറുണ്ട്. മറുവശമുണ്ട് കേട്ടോ, വളരെ സ്നേഹമായിട്ട് വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. പക്ഷേ ചില ആളുകൾക്ക് ഈ സുവിശേഷത്തോടുള്ള വിരോധം കൊണ്ട് അങ്ങനെ ചിലപ്പോൾ പ്രതികരിക്കുവാൻ ഇടയായിട്ട് തീരാറുണ്ട്. ഞാൻ നിങ്ങൾ ഈ നാമം വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള പെരുമാറ്റങ്ങളിലൂടെയോ അല്ല ഇനി വളരെ മോശമായുള്ള വാക്കുകൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണല്ലോ. പഴിയും ഉപദ്രവവും ദൂഷണവും ഒക്കെ കാണാനോ കേൾക്കാനോ ഒക്കെ ഇടയായിട്ട് തീരുമ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് നമ്മുടെ പ്രാണപ്രിയനോട് കൂടെയുള്ള ഏത് അപമാനവും പഴിയും
അത് ഏറ്റെടുക്കാനുള്ളതായ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഞാൻ ഈ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധ്യാനവും പഠനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം വളരെയധികം സ്പർശിച്ചിട്ടുള്ളതായ 2 വാക്യങ്ങളാണ് ഈ 11ഉം 12ഉം വാക്യങ്ങൾ. കാരണം അതിൻ്റെ ഒത്തിരി ആശ്വാസം ഞാൻ അനുഭവിക്കുവാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നതായ കാര്യം, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയാണ്, കളവായിട്ട് പറയുകയാണ്. അപ്പോൾ കളവായി പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ ചില ആഴ്ചകളായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരാളുടെ മരണമാണ്. അദ്ദേഹം വളരെ ഉന്നതമായ ഉദ്യോഗം വഹിച്ചുകൊണ്ടിരുന്നതായ ആളാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. പക്ഷേ ഒരു സ്ത്രീ ഉന്നയിച്ച ഒരാരോപണത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തൻ്റെ ഭാര്യയും പിള്ളേരെയും ഒന്നും ഇനി കാണണ്ട എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ സംഭവം തുടങ്ങിയപ്പോൾ ഒക്കെ പലവട്ടം ഓർത്തു, ദൈവമേ, ഈ ഗിരിപ്രഭാഷണത്തിലെ 2 വാക്യങ്ങൾ ഈ മനുഷ്യന് അറിയാമായിരുന്നെങ്കിൽ, അത് വിശ്വസിച്ച് പ്രായോഗികമാക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്ര ജയാളിയായിട്ട് ജീവിക്കാമായിരുന്നു. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ ഗിരിപ്രഭാഷണം അതിൻ്റെ എല്ലാ കൃത്യതയിലും നമുക്ക് വിശ്വാസത്തോടുകൂടി ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ അതൊന്നും നമ്മെ ബാധിക്കാതെ വണ്ണം നമുക്ക് ജയാളികളായിട്ട് ജീവിക്കാനായിട്ട്. വിശ്വാസികൾക്കും അവരെക്കുറിച്ച് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ വേറെ വിശ്വാസികളോ അല്ലാത്തവരൊക്കെ പറഞ്ഞു എന്നൊക്കെ ഒരു കേട്ടുകേൾവി മതി, അവിടെ എല്ലാ സന്തോഷവും പോകും, പിന്നെ വളരെ നിരാശയിലായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഗിരിപ്രഭാഷണം അതിൻ്റെ മഹത്വം ഞാൻ ഈ വാക്യങ്ങളുടെ മുമ്പിൽ എത്രയോ വർഷങ്ങളായിട്ട് ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, എല്ലാത്തിനെയും കളവായി പറയുമ്പോൾ നമ്മെ അത് സങ്കടപ്പെടുത്തേണ്ടതൊന്നും ആവശ്യമില്ല. സന്തോഷിച്ചു ഉല്ലസിച്ചോളൂ. കളവായി പറയുന്നതായിരിക്കണം കേട്ടോ. ഉള്ള കാര്യമായി തീർന്നാൽ അതിൻ്റെ മുമ്പിൽ വിനയപ്പെടണം, ദൈവസന്നിധിയിൽ വീഴണം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. അതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ എല്ലാത്തിന്മേയും കളവായി പറയുന്നതാണെങ്കിൽ നിങ്ങൾ ആഘോഷിച്ചോളൂ. കാരണം കർത്താവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ വാക്യം ഓർപ്പിക്കുമ്പോൾ, അടുത്ത ആഴ്ച വരുമ്പോൾ ഈ വാക്യം നമുക്ക് മനപ്പാടം അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് മനപ്പാടം പഠിച്ച് ധൈര്യപ്പെട്ടുകൊണ്ട് വന്നോളൂ. ഈ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഈ പ്രമാണം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾക്ക് തളരാതെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രസംഗം കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യമാണ് എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ കർത്താവ് പറഞ്ഞ ഉപമ ഇവിടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. കർത്താവ് ഒരു ഉപമ ഈ പ്രസംഗത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ടല്ലോ. 2 വീട് പണിക്കാരെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരുത്തൻ ആഴയെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, മറ്റവൻ മണലിൽ പണിതു. അപ്പോൾ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ഈ രാമങ്കലത്ത് താമസിക്കാൻ പിന്നെയാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം നേരിൽ കാണാനിടയായി തീർന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. എന്നിട്ട് ആ വെള്ളത്തിൻ്റെയൊക്കെ പുറകെ അതിന് മുന്നമേ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ച അനുഭവങ്ങൾ ഒക്കെ നേരിൽ കാണാനിടയായി തീർന്ന സമയങ്ങളായിരുന്നു അത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വാക്യം ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ആ വീട്
ഇതിൻ്റെ എല്ലാം മുമ്പിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇനി ഞാൻ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവിടെ ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണ്. പഴി പരദൂഷണക്കാറ്റ്, അതൊരു ചെറിയ കാറ്റൊന്നുമല്ല. ഈ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇല്ലാത്ത കാര്യത്തിനു വേണ്ടി നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആക്ഷേപിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷത്തെയോ സമാധാനത്തെയോ അതൊട്ടുമേ ബാധിക്കാനായിട്ട് ആവശ്യമില്ല. കാരണം കളവായിട്ടുള്ള ആരോപണങ്ങളാണ് എന്ന് വരികിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ആ കാര്യങ്ങളെല്ലാം വളരെ സമർത്ഥമായി നിയന്ത്രിച്ച് വിജയകരമായിട്ട് നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ആഴെ കുഴിച്ച് ആ പാറമേൽ അടിസ്ഥാനമിട്ടാണല്ലോ നാം പണിയുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ പാടാറുണ്ടല്ലോ, എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ. അടുത്ത ലൈൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പൂർണ്ണ സമാധാനം ഉണ്ട് ഈ പാറയിൽ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലാണ് നമ്മുടെ ശക്തമായ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്ന് വരികിൽ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് കളവായുള്ള പ്രചരണത്തിൻ്റെ നടുവിലും നമുക്ക് പൂർണ്ണ സമാധാനവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കുന്ന ഉന്നതമായ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങൾ, നമ്മുടെ കർത്താവിൻ്റെ ഈ വചനങ്ങൾ അതുപോലെ വിശ്വസിക്കാം, അതുപോലെ വിശ്വസിക്കാം. അത് പ്രായോഗികമാക്കി വരുന്ന ദിവസങ്ങളിൽ ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വാക്യത്തിൻ്റെ വിശകലനത്തിലേക്ക് ഇന്ന് രാത്രി പോകാനായിട്ട് നമുക്ക് പറ്റുകയില്ലല്ലോ. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ വാക്യം നിർബന്ധമായിട്ടും മനഃപാഠം പഠിച്ചുകൊണ്ട് വരണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഈ വാക്യം നമ്മെ നിശ്ചയമായിട്ടും വിജയകരമായി നടത്തുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള വീക്ഷണമുള്ളവരായിട്ട് ജീവിക്കാം. അവിടുത്തെ പ്രതിഫലത്തിൻ്റെ വർധനവിനെ കാണുന്നവരായിട്ട് ജീവിക്കാം. പ്രതിസന്ധികളിൽ ജയാളികളായിട്ട് ജീവിക്കാം. ദൈവാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.